രാജ്കുമാർ, അതായത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. അതായത് വേടനെതിരായി ഉള്ള നീക്കങ്ങൾക്കെതിരെ രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടം CPIM-ഉം DYFI-യും ഒക്കെ തുടങ്ങുകയാണ്. മാത്രമല്ല മതസ്പർദ്ധ, ഷവർമയുടെ പേരിൽ മതസ്പർദ്ധ വളർത്താൻ കൂടി ശ്രമിച്ചു. ഇതൊക്കെ സംഘപരിവാറിൻ്റെ നാക്കാണ് അവിടെ പ്രവർത്തിച്ചത് എന്നും കാണുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വളരെ കൃത്യമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നു പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന സെക്രട്ടറി സോമപ്രസാദ് XMPയുടേത്. അദ്ദേഹം തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കള്ളക്കേസ് ചുമത്തി എന്നേക്കുമായി കൽത്തുറങ്കിൽ അടയ്ക്കണമെന്നുള്ള RSS BJPയുടെ ആഗ്രഹം നടപ്പാകില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഇത് വേടനെ നിശബ്ദമാക്കുന്നതിന്റെ ആദ്യപടിയാണ് NR മധുവിന്റെ ഈ വിവാദ പ്രസ്താവന എന്നാണ് PKS ഇക്കാര്യത്തിലെ വിലയിരുത്തൽ. അതിന് കടുത്ത പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നു. ഒപ്പം പ്രക്ഷോഭ സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് PKS ഇതിൽ ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നിയമപരമായ നടപടികളിലേക്കാണ് ഈ സമുദായ അല്ലെങ്കിൽ മതപരമായ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന ഈ സംഘപരിവാർ നേതാവ് കൂടിയായിട്ടുള്ള NR മധുവിന്റേത്. അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് NR മധു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടി വേണമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ യുവജന സംഘടനയായ പ്രത്യേകിച്ച് ഈ വേടനെ മുമ്പും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ DYFI ഉൾപ്പെടെ ശക്തമായി യുവജന സംഘടന രംഗത്ത് വന്നിരുന്നു, പിന്തുണച്ചുകൊണ്ട്. അതിൽ തന്നെ DYFIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ഷ്യാമിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവര് ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകുക. ഇതില് മതസ്പർദ്ധ വളർത്തുന്നു, ജാതീയമായ അധിക്ഷേപം, പ്രത്യേകിച്ച് ഒരു ഭീകരവാദി എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നതിലാണ് DYFIക്ക് ഏറെ ഇതില് അവർക്ക് പ്രതിഷേധമുള്ളത്. അവരിന്ന് രേഖാമൂലം കൊല്ലം റൂറൽ SP-ക്ക് പരാതി നൽകും. ശരി രാജ്കുമാറാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.